പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യരാരുമില്ല. പണ്ഡിതനും പാമരനും, ദരിദ്രനും സമ്പന്നനും, വിശ്വാസിയും അവിശ്വാസിയും, ക്രൈസ്തവനും അക്രൈസ്തവനും എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. പട്ടിണിയുണ്ട്, രോഗമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിരോധങ്ങളുണ്ട്, അനേക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഷ്ടത്തെക്കുറിച്ച് ശിഷ്യന്മാർ കേട്ടപ്പോൾ എന്താണ് ഈ കഷ്ടതയെന്ന് ശിഷ്യന്മാർക്ക് അന്ന് അത്രമാത്രം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ, വിശ്വാസ ജീവിതം, ആത്മീക ജീവിതം അവരുടെ മുൻപിൽ ഒരു പ്രതിസന്ധിയിലായ സമയത്താണ് അവർക്ക് കഷ്ടം എന്താണെന്ന് യേശു പറഞ്ഞ, ഗുരു പഠിപ്പിച്ചതായ കഷ്ടത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. രണ്ട് രീതിയിലുള്ള കഷ്ടങ്ങളെക്കുറിച്ചാണ് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, എതിർച്ചയാ സകല മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യർക്ക് നടപ്പുള്ളതായ കഷ്ടതകൾ. അതിൽ രോഗം, പ്രയാസം, ദുഃഖം, സങ്കടം, പട്ടിണി, യാതന, നഗ്നത, ഇല്ലായ്മകൾ, ദാരിദ്ര്യം, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇതേ അനുഭവങ്ങൾ തന്നെ ക്രിസ്തുയേശുവിലുള്ളതായ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ വേണ്ടി ഉള്ള പ്രയോഗങ്ങളായി മാറുമ്പോൾ, അങ്ങനെയുള്ള കഷ്ടത്തെക്കുറിച്ചാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിലെ അല്ലെങ്കിൽ ദൈവത്തിലെ ആ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? കഷ്ടമോ, സങ്കടമോ, ദുഃഖമോ, നഗ്നതയോ, പട്ടിണിയോ, വാളോ, ഉപദ്രവമോ എന്ത് വന്നിരുന്നാലും ശരി, എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് ചലഞ്ച് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഇതേ അനുഭവങ്ങൾ നമുക്ക് എതിർച്ചയാ വരുന്നതുണ്ട്. എന്നാൽ ക്രിസ്തുയേശുവിലെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ വേണ്ടി നമുക്കെതിരാളി മറഞ്ഞു നിന്നുകൊണ്ട് നമുക്കെതിരായി പല രീതിയിൽ നമ്മുടെ മുൻപിൽ അഴിച്ചുവിടുന്ന ഉപദ്രവങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ ശത്രു നമ്മുടെ മുൻപിൽ തോൽവി അടയുമ്പോൾ, ഒരു രീതിയിലും നമ്മെ ജയിക്കുവാൻ കഴിയില്ല എന്ന് ശത്രുവിന് ബോധ്യമാകുമ്പോൾ, ഒരു മൃഗത്തിൻ്റെ സ്വഭാവം ശത്രു മറഞ്ഞു നിന്നുകൊണ്ട് ഏറ്റെടുക്കും. ഒരു മൃഗീയമായ പരിവേഷങ്ങൾ ശത്രു ഉൾക്കൊള്ളും. മൃഗീയമായ ഭാഷ, മൃഗീയമായ ഇടപെടലുകൾ, മൃഗീയമായ കാഴ്ചപ്പാടുകൾ, നമ്മോട് വളരെ നിന്ദ്യമായ അനേക അനുഭവങ്ങളിൽ കൂടെ നമ്മളെ പ്രതിരോധത്തിലാക്കുന്നതായ സന്ദർഭങ്ങളുണ്ടാകും. വായിക്കാം നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാക്കുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാനിൽ കൂടെ ദൈവജനത്തിന് കൊടുക്കുവാൻ ഉള്ള ഒരു ബുദ്ധി ഉപദേശം, ഒരു മുന്നറിയിപ്പ്, ഒരു തയ്യാറെടുപ്പ് അവരോട് പറയുകയാണ്. ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം കൊണ്ട് ആവശ്യം. അപ്പോൾ ജ്ഞാനം കൊണ്ട് ഈ മൃഗത്തെ ജയിക്കാൻ കഴിയുമോ? കഴിയണം. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന എന്താണ് ഈ ജ്ഞാനം? സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ അതിങ്ങനെ അവിടെ കാണുന്നു, ജ്ഞാനിയുടെ ബുദ്ധി അവനെ വലത്തോട്ടും മൂഢൻ്റെ ബുദ്ധി അവനെ ഇടത്തോട്ടും നയിക്കുന്നു. നമ്മളെ പ്രതിരോധത്തിലാക്കുന്നതായ ഒരു ദുഷ്ടൻ്റെ ഉപദ്രവം നമ്മുടെ ഭവനത്തെ മുറ്റുമായി ബന്ധനാവസ്ഥയിലാക്കും. ഉപജീവന മാർഗം തകർത്ത് കളയും. വരുമാന മാർഗം തകർത്ത് കളയും. പട്ടിണി, ഉപദ്രവം, പ്രയാസം, ദാരിദ്ര്യം, നമ്മളുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും മുൻപിൽ ദരിദ്രമായൊരു അനുഭവം, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ഭവനത്തിൻ്റെ ഉള്ളിലുള്ളതായ ഒരു ബന്ധനം, അതാണ് ശത്രു അവസാനമായി നമ്മെ കൊണ്ടുവരുന്നത്. പുറത്തിറക്കിയാൽ നമ്മോട് ആരെങ്കിലും ദയവ് കാണിച്ചെങ്കിലോ അങ്ങനെ പുറത്തിറങ്ങുവാൻ കഴിയാതെ ആത്മീകമായി നമ്മെ ഭവനത്തിൻ്റെ ഉള്ളിലാക്കും. ഒന്നും വാങ്ങാൻ കഴിയുകയില്ല, ഒന്നും വിൽക്കുവാനും കഴിയുകയില്ല. നമ്മുടെ കയ്യിലുള്ളതായ എന്തെങ്കിലും അങ്ങ് വിൽക്കാം, അതും പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ ആളില്ല, നമുക്കും വാങ്ങുവാൻ സാധിക്കുന്നില്ല. മൃഗത്തിൻ്റെ മുദ്രയില്ലാതെ,
മൃഗത്തിൻ്റെ അനുവാദമില്ലാതെ. അങ്ങനെയുള്ള പ്രതിരോധ സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. എന്താണ് ഈ ജ്ഞാനം? സഭാപ്രസംഗി പറയുന്നു, ജ്ഞാനം ബുദ്ധിമാനെ വലത്തോട്ട് നയിക്കുന്നു. അപ്പോൾ വലത്ത് നയിക്കപ്പെടുന്നതിനാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്നും കൂടെ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മെ കാണിക്കുന്നത്? വായിക്കാൻ നമുക്ക് 121 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. യെസ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പോൾ നിനക്ക് തണലായി നിൽക്കുന്നതായ യഹോവയുടെ ഭാഗത്തേക്ക് നിന്നെ നയിക്കുന്ന ഒരു ജ്ഞാനം നിന്നിൽ ഉണ്ടെങ്കിൽ മൃഗത്തിൻ്റെ സംഖ്യയ്ക്കും മൃഗത്തിൻ്റെ മുദ്രയ്ക്കും മൃഗത്തിൻ്റെ പേരിനും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിന്റെ മുൻപിൽ മൃഗം തോറ്റുപോകും. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു കഷ്ടങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് വന്നത് എന്നുള്ളതായ ഒരു വിവേചനം നമ്മിൽ പ്രാവർത്തികമാകുമ്പോൾ, നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മിലുള്ളതായ ക്രിസ്തുയേശുവിൻ്റെ ആത്മാവ് നമ്മെ ജ്ഞാനബുദ്ധിയുള്ളവരാക്കുന്നു. ശത്രുവിൻ്റെ പ്രവൃത്തിയെ കാണുവാനുള്ളതായ കണ്ണുകൾ നമ്മുടെ മുൻപിൽ തുറക്കുന്നു. നമ്മളിൽ ജ്ഞാനം കടന്നു വരുന്നു. ആ ജ്ഞാനം നമ്മെ വലത്തോട്ട് നയിക്കുന്നു. വലത്തോട്ട് നയിക്കുമ്പോഴോ ആ വലത്ത് ഭാഗത്ത് നമുക്ക് തണലായി നിൽക്കുന്ന യഹോവയെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 121 സങ്കീർത്തനം 1 മുതലുള്ളതായ വാക്യങ്ങൾ വളരെ പ്രത്യാശ പകരുന്നതാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. താൻ തന്നെ നമ്മൾ തന്നെ ചോദിക്കുകയാണ്. നമ്മൾ പ്രതിരോധത്തിലാകുമ്പോൾ ഒരു രീതിയിലും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ശത്രു നമ്മെ പൂട്ടുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? യെസ്, നാം നമ്മുടെ ആത്മാവിനോട് ചോദിക്കുകയാണ്. നാം വലത്ത് ഭാഗത്ത് വന്നിരിക്കുന്നു. നമ്മളിലുള്ളതായ ജ്ഞാനം നമ്മെ വലത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എന്ന്. നമ്മുടെ വലത്ത് ഭാഗത്ത് തണലായി നിൽക്കുന്ന യഹോവയോട് നമ്മളൊന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരുളുന്ന കാര്യം, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. രാവും പകലും നിന്റെ ഭവനത്തിന് തണലായി, നിന്റെ കൈയുടെ പ്രയത്നങ്ങൾക്ക് തണലായി, നിന്റെ സന്തതികൾക്ക് തണലായി, നിന്റെ തലമുറകൾക്ക് തണലായി യഹോവയുടെ പരിപാലകൻ നിന്റെ വലത്ത് ഭാഗത്ത് ഉറങ്ങാതെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിനെ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. മൃഗം നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ മൃഗത്തിൻ്റെ സംഖ്യയോ പേരോ മുദ്രയോ ഏൽക്കാതെ വിൽക്കുവാനും വാങ്ങുവാനും കഴിയാതെ വണ്ണം നിന്നെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വരും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുമ്പോൾ അവിടെ നമുക്കൊരു ബുദ്ധിയുപദേശം തരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉപദേശിക്കുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ജ്ഞാനം നിന്നെ വലത്തോട്ട് നയിക്കുന്നു. വലത്ത് നിൽക്കുന്ന, നിനക്ക് കാവൽ നിൽക്കുന്ന ദൈവത്തെ നിനക്ക് കാണുമാറാക്കുന്നു. ഗോഡ് ബ്ലെസ് യു.